നമസ്കാരം. പിണറായി വിജയൻ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴൊക്കെ ഇ ഡി അന്വേഷണവും റെയ്ഡും അദ്ദേഹത്തിന് തുണയാകാറുണ്ട്. ഇക്കുറിയും ഇ ഡി എത്തുമ്പോൾ പിണറായി രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അങ്ങേയറ്റത്തെ അവസ്ഥയിലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പാപഭാരം മുഴുവൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ചുമലിലാണ്. പിണറായി വിജയൻ നിയമസഭാ അംഗത്വവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണമെന്നാണ് CPM നേതൃയോഗങ്ങളിൽ ഉയർന്ന ആവശ്യം. വിമർശനങ്ങളിൽ പൊറുതിമുട്ടി ദേഹമെങ്ങുമേൽക്കുന്ന ശരങ്ങളാൽ വീർപ്പുമുട്ടി നിൽക്കുമ്പോഴാണ് CMRL മാസപ്പടി കേസിൽ റെയ്ഡുമായി ഇ ഡി എത്തുന്നത്. പിണറായിയുടെ വീട്ടിലല്ല, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള മകൾ വീണ താമസിക്കുന്ന വീട്ടിലാണ് ഇന്നലെ അതിരാവിലെ ഇ ഡി സംഘം റെയ്ഡിനെത്തിയത്. മകൾ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പിണറായി താമസിക്കുന്നത് എന്നതിനാൽ റെയ്ഡ് പിണറായിയുടെ വീട്ടിലെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും CMRLന്റെ ഓഫീസുകളിലുമൊക്കെ ഒരേ സമയം പരക്കെ റെയ്ഡ് നടക്കുക തന്നെ ചെയ്തു. ഇതോടെ ഇ ഡിക്കെതിരെ പാർട്ടിയിൽ വികാരം പതഞ്ഞു. പിണറായിയെയും കുടുംബത്തെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന ആരോപണം പാർട്ടിയിൽ വീണ്ടും ശക്തമായി. പിണറായി വിരുദ്ധത മറന്ന് സഖാക്കൾ പിണറായിക്ക് പിന്നിൽ വീണ്ടും ഒറ്റക്കെട്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി തൽക്കാലത്തേക്കെങ്കിലും വിസ്മരിക്കപ്പെട്ടു. അതിര് കടന്നുള്ള പ്രതിഷേധത്തിൽ ഇ ഡി സംഘം സഞ്ചരിച്ച കാറുകൾ തകർക്കപ്പെടുകയും ചെയ്തു. പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനെതിരെ സംസ്ഥാന വ്യാപകമായല്ല, ഡൽഹിയിൽ വരെ CPM പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തു. റെയ്ഡിനെതിരെ സംസ്ഥാന വ്യാപകമായി CPMൽ വികാരം ജ്വലിച്ചുയർന്നപ്പോൾ രക്ഷയായത് പിണറായി വിജയന് തന്നെയാണ്. അണികളുടെ പിന്തുണയിൽ ആഹ്ലാദിച്ചാണ്, എന്നാൽ ഒരുമിച്ച് ഇറങ്ങിക്കളയാം എന്ന കോവിഡ് കാലത്തെ പഴയ ഡയലോഗ് പിണറായി ഒന്നുകൂടെ പുറത്തെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇ ഡി കാറുകൾ തകർത്തതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കുറച്ച് സഖാക്കൾ അകത്തായി എന്നത് വേറെ കാര്യം. ഇ ഡി റെയ്ഡിന് എതിരെയുള്ള പ്രതിഷേധത്തിൽ പാർട്ടിയിലും രണ്ടഭിപ്രായമുണ്ട്. ഇവിടെ പിണറായി അല്ല കക്ഷി, പിണറായിയുടെ മകൾ വീണയാണ്. ഇതിന്റെ പേരിൽ പാർട്ടി എന്തിനാണ് രംഗത്ത് വരുന്നതെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം. കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി ഇ ഡി കേസിൽ അകത്തായപ്പോൾ ഇടപെടാതെ നിന്ന പാർട്ടി ഇപ്പോൾ എന്തിനാണ് ഇടപെടുന്നത് എന്ന ചോദ്യവും പാർട്ടിയിൽ ശക്തമാണ്. എന്തായാലും ഇ ഡി തൽക്കാലത്തേക്കെങ്കിലും രക്ഷിച്ചിരിക്കുന്നത് പിണറായിയെ തന്നെയാണ്. പാർട്ടിയിലെ പിണറായി വിരുദ്ധർ തലകുലുക്കി സമ്മതിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്.